ഇന്നത്തെ നമ്മുടെ വർക്ക് എൽ ജിയുടെ 1.5 ടൺ 5 സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയുള്ള എ സിയാണ്. ഇത് നല്ല എ സിയാണ്, മൂവിങ് ഉള്ള എ സിയാണ്. ഇതിപ്പം ഫ്രഷ് പീസ് നമ്മുടെ ടീം ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ ആംബിയറും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തേക്കുന്ന ലേബലാണ്. എൻ്റെ കൂളിംഗ് കപ്പാസിറ്റി 5000 വാട്ട്സ് വരുന്നുണ്ട്. 5800 വാട്ട്സ് വരെ അതിൻ്റെ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ ആംബിയർ എടുക്കുന്ന 5.9 ആണ്. അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലാണ്, റണ്ണിങ്ങിൽ അത് കുറഞ്ഞേ വരത്തുള്ളൂ. അതുകൊണ്ട് കറണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവേ കുറവായിരിക്കും. ഇതതിൻ്റെ ഹോള് മാർക്ക് ചെയ്യുന്നതിൻ്റെ ലെവല് ചെക്ക് ചെയ്യുകയാണ്. ഓരോ 1.5 ടൺ 1 ടൺ അങ്ങനെ വ്യത്യാസം വരും ഹോള് ലെവൽ ചെയ്യുന്നതിൻ്റെ. അതിൻ്റെ ഇപ്പം ഹാഫും ഫുള്ളും വെച്ചിട്ടുള്ള നോക്കുവാണ്. ലെവലിൻ്റെ ഹാഫും ഫുള്ളും വെച്ചിട്ട് നോക്കുവാണ്. പിന്നീട് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തുകൊണ്ട് പ്ലേറ്റ് ലെവൽ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം പ്ലേറ്റ് ലെവലിൽ മിക്കവരും ചെയ്യുന്നത് അതിൻ്റെ സ്ലോപ്പ് കറക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇതിപ്പം നമ്മൾ സ്ലോപ്പ് കറക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഡ്രെയിനേജ് റൈറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഹോളിൻ്റെ അനുസരിച്ച് ലെഫ്റ്റും റൈറ്റും മാറ്റിയിടാം. നമ്മളിതിൻ്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് റൈറ്റ് സൈഡിലോട്ട് കുറച്ചാലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മളിപ്പോൾ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രൈവിൽ വെള്ളം തങ്ങി നിന്നിട്ട് അത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്കുള്ള വയറിംഗ് കണക്ഷൻ ചെയ്യുന്ന ടെർമിനലാണ് വരുന്നത്. നമ്മൾ പൈപ്പ് ഔട്ട്ഡോറിലേക്കുള്ള പൈപ്പ് ടൈറ്റിങ് കഴിഞ്ഞു. ഇത് നമ്മൾ വാക്കൻ ചെയ്യാൻ വേണ്ടി ഗേജ് ലൈൻ കണക്ട് ചെയ്യുക. നമ്മൾ വാക്കം -30 നമ്മുടെ ഔട്ട്ഡോറിലേക്കുള്ള വയറിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ന്യൂട്രൽ ലൈനാണ് വന്നിരിക്കുന്നത്. എർത്തും കൂടി വരുന്ന മൊത്തം 4 വയറാണ് വരുന്നത്. നമ്മളിതിപ്പം വാക്കം കഴിഞ്ഞിട്ടുണ്ട്. 25-30 മിനിറ്റ് വാക്കം, ഒരു 10 to 15 മിനിറ്റ്സ് ഹോൾഡും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഔട്ട്ഡോറിൻ്റെ സക്ഷനും ഡിസ്ചാർജിങ് ലൈനാണ്. ഗ്യാസ് ലോക്ക് ചെയ്താണ് കമ്പനിയിൽ നിന്ന് വരുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ എൽ ജി എ സിയിലെ സ്മാർട്ട് ഡയഗ്നോസിസ് വെച്ചിട്ട് അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. അതിൻ്റെ പൈപ്പ് ടെമ്പറേച്ചറും ആംബിയറും അതിൻ്റെ വോൾട്ടേജും എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.